ഡിജിറ്റൽ ക്ലാസ് റൂമിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പേജ് മേക്കറിൻ്റെ ഒരു പുതിയ വീഡിയോയുമായിട്ടാണ് എത്തിയിട്ടുള്ളത്. അപ്പോൾ ഇതിനു മുമ്പ് പേജ് മേക്കറിൻ്റെ ഒരു പാർട്ട് 5 വരെ ഞാൻ അപ്ലോഡ് ചെയ്തിരുന്നു. ഇന്ന് ഞാൻ ഇതിനു മുമ്പ് നമ്മൾ പഠിച്ച ചില കമാൻഡുകൾ നമുക്ക് എങ്ങനെ അത് ഉപയോഗിച്ച് വർക്ക് ചെയ്യാം എന്ന് നോക്കാം. അപ്പം ഞാനിവിടെ പേജ് മേക്കറിൻ്റെ ഒരു ഫയൽ ഞാനിവിടെ ഓപ്പൺ ചെയ്തിട്ടിട്ടുണ്ട്. അത് ഞാൻ ഓപ്പൺ ചെയ്തിട്ടിരിക്കുന്നത് ടോളായിട്ടാണ്. അപ്പോൾ ഇതിനെ നമുക്കൊന്ന് പേജിനെ ഒന്ന് വൈഡാക്കി മാറ്റണം. കൂടാതെ ഈ മാറ്റർ ഒറ്റ കോളമായിട്ടാണ് കിടക്കുന്നത്. ഈ മാറ്ററിനെ എനിക്കൊന്ന് 3 കോളമായിട്ടൊന്ന് സെപ്പറേറ്റ് ചെയ്യുകയും വേണം. അപ്പോൾ അത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഇതിന് മുമ്പത്തെ വീഡിയോയിൽ ഞാൻ ഇതിൻ്റെ കമാൻഡൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ നമുക്കൊരു കമാൻഡ് പറഞ്ഞതുകൊണ്ടായില്ല, നമുക്കതിനെ ഒന്ന് വർക്ക് ചെയ്ത് കാണുമ്പോഴാണ് അത് നമുക്ക് പെട്ടെന്നൊന്ന് ഇങ്ങനെയാണ് അത് ചെയ്യേണ്ടതെന്നുള്ള ഒരു ഊഹം നമുക്ക് കിട്ടുക. അപ്പോൾ ഇപ്പം ഞാനിതിനെ ഒന്ന് വൈഡാക്കി നോക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് പേജിന് ടോളാണ്. ഇതിനെ വൈഡാക്കി മാറ്റാനായിട്ട് ഫയൽ മെനുവിൽ നിന്ന് ഡോക്യുമെന്റ് സെറ്റപ്പ് എടുക്കാം. അതല്ല എങ്കിൽ കീബോർഡിലെ ഷിഫ്റ്റ് കൺട്രോൾ പി കൊടുക്കാം. ഈ 3 കീ ഇത് ഷിഫ്റ്റും കൺട്രോളും കൂടെ പ്രസ് ചെയ്തുകൊണ്ട് പി എന്ന് പറയുന്ന അക്ഷരത്തെ പ്രസ് ചെയ്താൽ ഡോക്യുമെന്റ് സെറ്റപ്പിന്റെ ഡയലോഗ് ബോക്സ് കിട്ടും. അപ്പോൾ ഇവിടെ കാണിക്കുന്നുണ്ട് പേജ് A4 സൈസാണ്, അതിന്റെ ഡയമെൻഷൻ കാണിക്കുന്നുണ്ട്. ഓറിയന്റേഷൻ എന്ന് പറയുന്ന ടാളാണ്. ഇനി എനിക്ക് വേണ്ടിയത് വൈഡാണ്. അപ്പം ഞാൻ ഇനി വൈഡായിട്ട് മാറ്റി ദെൻ ഞാൻ ഓക്കെ കൊടുത്തു. അപ്പോൾ ഇതിന്ന് പേജിൻ്റെ ഓറിയന്റേഷൻ മാറിയത് വൈഡായിട്ടുണ്ട്. ഇനി എനിക്ക് വേണ്ടിയത് ഈ മാറ്ററിനെ ഒരു 3 കോളമായിട്ട് സെപ്പറേറ്റ് ചെയ്ത് ഇതിനെ ഒന്ന് ഫില്ല് ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ നമുക്കിതിനെ ഈ പേജിനെ ഒന്ന് 3 കോളമായിട്ട് തിരിക്കണം. അതിന് ലേഔട്ടിനകത്തെ കോളം ഗൈഡ്സ് എന്ന് പറഞ്ഞ കമാൻഡ് നമുക്ക് യൂസ് ചെയ്യാം. ഇവിടെ നമ്പർ ഓഫ് കോളംസ് എന്ന് പറയുന്നത് എത്ര കോളമാണ് നമുക്ക് വേണ്ടിയത് അത്രയും നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. പിന്നെ സ്പേസ് ബിറ്റ്വീൻ കോളംസ് ഇതിനകത്ത് ഈ 3 കോളംസും തമ്മിൽ ഇടയിൽ വരുന്ന സ്പേസ് എത്രയാണ് എന്നുള്ളത് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ജസ്റ്റ് ഓക്കെ കൊടുക്കുക. അപ്പം നമുക്ക് കാണാം ഒരു ബ്ലൂ ലൈൻ കൊണ്ട് ഈ 3 കോളത്തിനെ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു കോളം എന്ന് പറയുന്നത് ഇവിടുന്ന് ഇവിടം വരെയാണ്. ഇനി എനിക്ക് വേണ്ടിയത് ഈ മാറ്ററിനെ ഇതിനകത്ത് സെറ്റ് ചെയ്യുക എന്നുള്ളത്. ഇതിപ്പോൾ ഒറ്റ ഒരു ബ്ലോക്കായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പം ശ്രദ്ധിക്കുക, ഇതിനൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ഇതെന്ന് പറയുന്നത് കീ എന്ന് പറയുന്നത് ഈ ആരോ ടൂളാണ്. ഈ ടൂൾ ബോക്സിനകത്ത് ആരോ ടൂളാണ് യൂസ് ചെയ്യുന്നത്. അത് ഉപയോഗിച്ച് ഞാൻ ഇതിനെ ഇങ്ങനെ മൂവ് ചെയ്ത് ഇങ്ങോട്ട് മാറ്റി. അതിനുശേഷം ഇവിടുന്ന് ഈ എൻഡിൽ ഇതിൽ പിടിച്ച് ജസ്റ്റ് ഇങ്ങോട്ട് ഡ്രാഗ് ചെയ്ത് മൗസ് ഉപയോഗിച്ച് ഡ്രാഗ് ചെയ്ത് ഈ ലൈനിൽ കൊണ്ടുപോയി ഫിറ്റ് ചെയ്ത് വെച്ചു. അപ്പോൾ ഒരു കോളത്തിനകത്ത് ഇത് ഫിറ്റായി. ഇനി എനിക്ക് ഇതെല്ലാം ഇപ്പം ജസ്റ്റ് ലെഫ്റ്റ് അലൈൻമെന്റിലാണ് കിടക്കുന്നത്. ഒന്നും നമുക്ക് ജസ്റ്റിഫൈ ചെയ്ത് കൊടുക്കാം. കൺട്രോൾ A കൊടുത്തൊന്ന് സെലക്ട് ചെയ്തു. ഷിഫ്റ്റ് കൺട്രോൾ J കൊടുത്താൽ അത് ജസ്റ്റിഫൈ ആയി. ജസ്റ്റിഫൈ എന്ന് പറയുമ്പം 2 സൈഡും ഈക്വലായി. അപ്പം ഞാനതിനെ ഒന്ന് ജസ്റ്റിഫൈ ചെയ്തിട്ടുണ്ട്. ഇനി എനിക്ക് ഇതിനെ ഒന്ന് ടോപ്പിലേക്ക് ഞാൻ മൂവ് ചെയ്യിക്കുകയാണ്. ഈ കൈ പത്തി എടുത്ത് എനിക്കിങ്ങനെ മൂവ് ചെയ്യിക്കാൻ സാധിക്കും. റെഡ് മാർക്ക് എന്ന് പറയുന്നത് ഇതിൻ്റെ താഴേക്ക് വേറെ മാറ്ററുണ്ട് എന്നുള്ളതിൻ്റെ സിമ്പിളാണ്. അപ്പം നമ്മൾ ഇതിനെ പ്രസ് ചെയ്തുകൊണ്ട് മുകളിലേക്കൊന്ന് മൂവ് ചെയ്യിക്കുന്നു. അപ്പോൾ ഒരു കോളത്തിനകത്തേക്ക് നമ്മൾ ഇതിനെ ഫിറ്റ് ചെയ്തു. അടുത്ത കോളത്തിലേക്ക് കൊണ്ടുവരണം. അപ്പോൾ അടുത്ത കോളത്തിലേക്ക് കൊണ്ടുവരണമെങ്കിൽ ഈ റെഡിലൊന്ന് പ്രസ് ചെയ്താൽ നമുക്ക് ഇപ്പുറത്തേക്ക് കൊണ്ടുവന്ന് കിട്ടും. അതും ചെയ്യാം, അങ്ങനെയും ചെയ്യാം. അതല്ല നമുക്ക് വേറൊരു കമാൻഡ് ഉപയോഗിച്ചിട്ടും ചെയ്യാം. അപ്പം നമ്മളെപ്പോഴും മാക്സിമം ഇതിനുള്ളിലെ കമാൻഡുകൾ യൂസ് ചെയ്യാൻ നോക്കുക. അതിന് നമ്മൾ ഉപയോഗിക്കുന്ന കമാൻഡാണ് ലേഔട്ടിനകത്തെ ഓട്ടോ ഫ്ലോ. ഇപ്പോൾ ഓട്ടോ ഫ്ലോ നമ്മൾ സെലക്ട് അല്ല, നമ്മളതൊന്ന് ക്ലിക്ക് ചെയ്ത് വിട്ടാൽ ഇവിടെ ഒരു ടിക്ക് മാർക്ക് വരും. അപ്പോൾ ഇത് സെലക്ട് ആണ്. ഇനി നമ്മൾ ഈ ടൂൾ ഉപയോഗിച്ച് ഇതിനൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ടൂള് എന്ന് പറയുന്നത് ആരോ ടൂളാണ്. അത് ഉപയോഗിച്ച് ഇതൊന്ന് സെലക്ട് ചെയ്യുക. ഈ റെഡ് മാർക്കയിലൊന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഈ ആരോ ടൂളിൻ്റെ ഷേപ്പ് ഒന്ന് മാറിയതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതിനുശേഷം ഈ കോളത്തിൽ കൊണ്ടുവന്ന് ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് ഫില്ല് ചെയ്ത് വെക്കുക. ഇങ്ങനെ അലൈൻമെൻറ്റുകൾ ഒതുക്കി കൊടുക്കുക. താഴേക്കൊന്ന് വലിച്ചു നിർത്തുക. അപ്പോഴും നമുക്ക് ഇനിയും മാറ്റർ ബാലൻസ് ആണ്. വീണ്ടും നമ്മൾ ഇതിലൂടെ പ്രസ് ചെയ്തു. കൊടുത്തു. ഇനി നമുക്ക് ഇതിനെ ഒന്ന് താഴേക്കൊന്ന് മൂവ് ചെയ്യിച്ചാൽ മാറ്റർ ഇത്ര മാത്രം ഉണ്ട് നമുക്ക് നോക്കാം. കുറേ മാറ്ററുകളുടെ ബാലൻസ് ഉണ്ട്. അപ്പം നമുക്ക് അടുത്ത ഒരു പേജിലേക്ക് നമുക്ക് കൊണ്ടുപോകാനുള്ള ബാലൻസ് ഉണ്ട്. അപ്പം നമുക്ക് അടുത്ത ഒരു പേജിലേക്ക് പോകണമെങ്കിൽ
ഇത് ഇനി നമ്മളിവിടെ വെച്ചു. ഇനി ഞാൻ പേജ് ഇൻസേർട്ട് ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. നമുക്കൊരു പേജ് ഇൻസേർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഇവിടെ നമുക്ക് ഇൻസേർട്ട് പേജ് ഉണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ഡോക്യുമെന്റിന്റെ ഏറ്റവും താഴെയായിട്ട് പേജ് നമ്പർ കാണിക്കുന്നിടത്ത് മൗസ് ക്ലിക്ക് ചെയ്തും നമുക്ക് പേജ് ഇൻസേർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഇൻസേർട്ട് പേജ് എടുത്തു. ആഫ്റ്റർ ആണോ വേണ്ടത് ബിഫോർ ആണോ വേണ്ടതെന്ന് ചോദിച്ചു. എത്ര പേജാണ് എന്നുള്ളിടത്ത് 2 2 1 1 ടൈപ്പ് ചെയ്ത് കൊടുത്തു. ഇൻസേർട്ട് കൊടുത്തു. അപ്പോൾ ഇതിൻ്റെ ഇങ്ങോട്ട് ഒരു പേജും കൂടെ ഓപ്പൺ ആയിട്ടുണ്ട്. ഇനി ഞാൻ ഈ മാറ്ററിനെ എനിക്ക് അങ്ങോട്ട് കൊണ്ടുപോകണം. അതിന് മുമ്പ് ഈ കോളത്തിൻ്റെ ഇതും കൂടെ വേണമെങ്കിൽ നമുക്കൊന്ന് കോളം തിരിക്കാം. ലേഔട്ടിനകത്തെ കോളം ഗൈഡ്സ് എടുത്ത് 3 കോളമായിട്ട് ഇതിനെയും കൂടി ഒന്ന് തിരിച്ചു. അതിനുശേഷം ഇവിടെ ക്ലിക്ക് ചെയ്ത് പേജ് സെലക്ട് ചെയ്ത് കൊടുക്കുക. ആ പേജ് നമ്പറിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇത് മൂവ് ആയി അടുത്ത പേജ് ഓപ്പൺ ആയി വരും. അപ്പോൾ ഇത്രയും പേജ് അടുത്ത പേജിലും കൂടെ ഉണ്ടായിരുന്നു. അതും കൂടെ ഞാൻ സെറ്റ് ചെയ്തു. ഇപ്പം നോക്കുക, നമ്മൾ 3 കോളമായിട്ട് തിരിച്ചിട്ടുണ്ട്. അതിനുള്ള സ്പേസ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു പാരഗ്രാഫാണ്. അടുത്ത് ഇത് വേറൊരു പാരഗ്രാഫ് ഇവിടം വരെയുണ്ട്. അടുത്ത പാരഗ്രാഫ് ഇവിടം വരെയുണ്ട്. അപ്പോൾ ഈ പാരഗ്രാഫുകൾ തമ്മിൽ നമുക്ക് യാതൊരു സ്പേസും കൊടുത്തിട്ടില്ല. എല്ലാം അടുത്തടുത്തിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഈ പാരഗ്രാഫുകളെല്ലാം ഒന്ന് സ്പേസ് കൊടുത്തൊന്ന് അലൈൻമെൻറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് എല്ലാ പാരഗ്രാഫിനും ഒരേ സ്പേസാണ് നമുക്ക് വേണ്ടിയത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? കൺട്രോൾ എ കൊടുത്തൊന്ന് സെലക്ട് ചെയ്യുക. അതിനുശേഷം പാരഗ്രാഫ് ടൈപ്പിനകത്ത് പാരഗ്രാഫ് എന്ന് പറഞ്ഞ കമാൻഡ് ഒന്ന് എടുക്കുക. ഇവിടെ നമ്മളോട് ബിഫോർ ആഫ്റ്റർ ചോദിക്കുന്നുണ്ട്. നമുക്ക് ആഫ്റ്റർ ഓരോ പാരഗ്രാഫും കഴിഞ്ഞ് നമുക്ക് 5 മില്ലിമീറ്റർ സ്പേസ് വേണം എന്ന് പറഞ്ഞ് കൊടുത്തു. അപ്പം നോക്കുക, ഓരോ പാരഗ്രാഫും കഴിഞ്ഞിവിടെ നമുക്കിവിടെ സ്പേസ് കിട്ടിയിട്ടുണ്ട്. നേരത്തെ നമ്മൾ ഇവിടെ അടുത്തടുത്താണ് നിന്നിരുന്നത്. ഇപ്പോൾ എല്ലാ പാരഗ്രാഫും കഴിഞ്ഞതിന് ശേഷം നമുക്കിവിടെ സ്പേസ് ആഡ് ചെയ്യാനായിട്ട് സാധിച്ചു. പിന്നീടുള്ളത് നമുക്ക് ലൈൻ സ്പേസ് വേണമെങ്കിൽ കൂട്ടാം. ഇതിൻ്റെ ലൈൻ സ്പേസ് എന്ന് പറയുന്നത് ഇപ്പം നമുക്ക് അതൊന്ന് സെലക്ട് ചെയ്ത് നോക്കിയാൽ അറിയാം. ഈ ഒരു ബോക്സിനകത്താണ് ഇതിൻ്റെ ലൈൻ സ്പേസ് ഒക്കെ കാണിക്കുന്നത്. എൻ്റെ ഫസ്റ്റ് വീഡിയോയിൽ ഞാൻ ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു ലൈൻ സ്പേസ് എന്ന് പറയുന്നത് 14.4 ലൈനുകൾ തമ്മിലുള്ള സ്പേസ്. അപ്പം നമുക്ക് ഇതിൻ്റെ എല്ലാ ലൈൻ സ്പേസ് ഒന്ന് കൂട്ടുമ്പോൾ അപ്പം നിങ്ങൾക്ക് ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കാവുന്നതാണ്. നിങ്ങൾ കോളംസ് ആയിട്ട് തിരിച്ചു. നമ്മൾ ഇവിടെ ലൈൻ സ്പേസ് അല്ലെങ്കിൽ പാരഗ്രാഫ് സ്പേസ് കൂടുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇവിടുത്തെ ഈ ലൈൻ കട്ട് ചെയ്ത് അടുത്ത കോളത്തിലേക്ക് പോകുന്നു. അവിടുത്തെ അടുത്ത ലൈൻ അടുത്ത കോളത്തിലേക്ക് പോകുന്നു. ഇതിൻ്റെ ലാസ്റ്റിൽ നിന്ന് വരുന്നത് അടുത്ത പേജിലേക്ക് ഓട്ടോമാറ്റിക്കലി പോകുന്നു. നേരത്തെ ഞാൻ ഈ പേജ് സെലക്ട് ചെയ്ത സമയത്ത് മാറ്റർ ഇവിടം വരെയേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ഈ സ്പേസ് കൊടുത്തപ്പം എക്സ്ട്രാ സ്പേസ് ആഡ് ചെയ്യും തോറും മാറ്റർ നമുക്ക് ഓട്ടോമാറ്റിക്കലി ഇത് അടുത്തടുത്ത പേജിലേക്ക് പോകാൻ കാരണം നമ്മൾ ഓട്ടോ ഫ്ലോ കൊടുത്ത് ഈ ലേഔട്ടിനകത്ത് ഓട്ടോ ഫ്ലോ കൊടുത്തത് കൊണ്ട് നമ്മളിവിടെ എത്ര സ്പേസ് ആഡ് ചെയ്താലും ഇത് ഓട്ടോമാറ്റിക്കലി ആ സ്പേസ് അഡ്ജസ്റ്റ് ചെയ്ത് അടുത്ത പേജിലേക്ക് ഇങ്ങനെ പോയിക്കോളും. ഇനി പേജ് തീർന്നു പോയെങ്കിൽ, അതായത് ഇപ്പോൾ നമുക്കൊരു കോളം തീർന്നു പോയെങ്കിൽ നമുക്കിതവിടെ ഇങ്ങനെ കിടക്കും. അപ്പോൾ ഇവിടെ മാറ്റർ കുറേ ഉള്ളത് കൊണ്ടാണ് ഇങ്ങനെ റെഡിൽ കിടക്കും. അപ്പോൾ നമ്മളിവിടെ തീർക്കണം. ഇനിയിപ്പോൾ ഈ പേജ് ലാസ്റ്റ് എൻഡിൽ വന്ന് കഴിയുമ്പോൾ ഇതേപോലെ കിടക്കും. നമ്മൾ അടുത്ത പേജിലേക്ക് കൊണ്ടുപോകണം. നമ്മൾ ഓട്ടോമാറ്റിക്കലി ഫ്ലോ ചെയ്ത് കുറേ പേജിലേക്ക് മാറ്ററിങ്ങൾ ഇങ്ങനെ ഇട്ടതിന് ശേഷമാണ് നമ്മൾ ആദ്യത്തെ ഒരു പേജിൽ അല്ലെങ്കിൽ എല്ലാ പേജിലും നമ്മൾ മാറ്റം വരുത്തുന്നത് എങ്കിൽ ആ ഒരു മാറ്റം നമ്മൾ കൺട്രോൾ എ കൊടുത്ത്, കൺട്രോൾ എ എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കുക, നിങ്ങൾ ഈ ഒരു പേജ് ഫുള്ളായി സെലക്ട് ആയിട്ടുണ്ട്, അടുത്ത പേജിലെ മാറ്റർ ഫുള്ളായി സെലക്ട് ആയിട്ടുണ്ട്. അതിനാണ് നമ്മൾ കൺട്രോൾ എ അഥവാ സെലക്ട് ഓൾ എന്ന് പറയുന്ന കമാൻഡ് കൊടുക്കുന്നത്. അപ്പോൾ സെലക്ട് ഓൾ എന്ന് പറഞ്ഞ കമാൻഡ് കൊടുത്ത് നമ്മളിത് ഫുള്ളെ ഒന്ന് സെലക്ട് ചെയ്തു. അതിനുശേഷം നമ്മൾ വരുത്തുന്ന മാറ്റങ്ങളെല്ലാം ഈ എല്ലാ മാറ്ററുകളിലും അത് അഫക്റ്റ് ചെയ്യും. അപ്പോൾ ഇത് ഇപ്പോൾ എല്ലാ മാറ്ററുകളിലും ഒന്ന് അഫക്റ്റ് ആയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത് ഓട്ടോമാറ്റിക്കലി ഇത് താഴേക്ക് ഇറങ്ങുന്നത്. ഇനി നമുക്ക് ഇവിടെ ലൈൻ സ്പേസ് എന്ന് പറയുന്നത് പൊതുവെ മൊത്തത്തിലുള്ള ലൈൻ സ്പേസ് ആണ് ഈ കാണിക്കുന്നത് 14.4. ഇതിനെ നമുക്കൊന്ന് മാറ്റി കൊടുക്കാം. ഇവിടെ നിന്ന് ക്ലിക്ക് ചെയ്തൊരു സ്പേസ് കൊടുക്കാം. അതല്ലെങ്കിൽ നമുക്കിവിടെ ഇപ്പം ഞാനിപ്പോൾ ഒരു 18 കൊടുക്കുകയാണ്. 18 കൊടുത്ത് എൻ്റർ ചെയ്യുന്നു. അപ്പോൾ നോക്കുക,
ഈ മാറ്റർ ഓട്ടോമാറ്റിക്കലി ഇങ്ങോട്ട് കയറി. അപ്പോൾ ഈ മാറ്റർ കുറച്ച് ഇങ്ങോട്ട് കയറി. അപ്പോൾ ഇവിടുത്തെ ഈ മാറ്റർ അടുത്ത പേജിലേക്ക് പോയി. അതിവിടെ റെഡായിട്ട് കിടക്കുന്നു. നമുക്കിത് ഇതിനെ എടുത്ത് ഇവിടെ പേസ്റ്റ് ചെയ്യാൻ കൊണ്ടുവന്ന് നമുക്ക് ഇവിടെ കൊണ്ടുവന്ന് ക്ലിക്ക് ചെയ്ത് വെച്ചു. അപ്പോൾ ഇതിന് ഇങ്ങനെ നമുക്ക് കമാൻഡുകൾ നമുക്ക് ഇങ്ങനെ വർക്ക് ചെയ്യും. ഇതുപോലെ കമാൻഡുകൾ നമ്മൾ ജസ്റ്റ് നോക്കിയാൽ മാത്രം പറ്റില്ല. ഇതുപോലെ നമ്മൾ വർക്ക് ചെയ്ത് നോക്കിയാൽ മാത്രമേ നമുക്ക് വർക്ക് ചെയ്യാനായിട്ടുള്ള ഒരു ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ ഒരു വർക്ക് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കത്തുള്ളൂ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ജസ്റ്റ് ഒരു DTP ഓപ്പറേറ്റർ ആകാൻ ആഗ്രഹിക്കുന്നവർക്ക് അല്ലെങ്കിൽ ഇപ്പോൾ DTP ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കൊക്കെ വളരെയധികം പ്രയോജനപ്പെടുമെന്ന് തന്നെ ഞാൻ കരുതുന്നു. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത് എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല്. ലൈക്ക്, ഷെയർ, കമൻറ്റ് നിങ്ങൾ മറക്കാതെ ചെയ്യുക. ഓക്കെ, താങ്ക് യു.